ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബോർഡാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വാട്ടർ പ്ലസ് ഫെവിക്കോളും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്ത് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ടെക്സ്ചർ ആർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കളർ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളർ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ കേക്ക് ബോർഡ് മൊത്തത്തിൽ ഒന്ന് കളറും കൂടി ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുട്ടി കുട്ടി എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോൾഡിറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ആ രണ്ട് കമ്പോണൻറ്റ്സ് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്ലേ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് തന്നെ ഞാനൊരു സ്റ്റെം ലൈക്ക് സ്ട്രക്ചറും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റെം ബേസായിട്ട് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. സോ ഞാനിപ്പോൾ ലീഫാണ് ചെയ്തെടുത്തേക്കുന്നത്. സോ ആ ലീഫ് ഓരോന്ന് ഡിഫറെൻറ്റ് പൊസിഷനിലേക്ക് പോകുന്ന രീതിയിൽ ഞാനൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെം മൊത്തത്തിൽ ലീഫ് വെച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ഗ്രീൻ കളർ ഷെയ്ഡും കൂടി ആ ലീഫിന് കൊടുക്കുന്നുണ്ട്. ആ ഗ്രീൻ കളർ ഇപ്പോൾ ഞാൻ നോർമൽ ഒരു ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ വൈബ്രൻ്റ് ആയിട്ട് നല്ല കളർഫുൾ ലീവ്സ് വേണമെന്നാണെങ്കിൽ ആ ഗ്രീൻ കളർ അതനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പല ഷെയ്ഡ്സിലുള്ള ലീഫ് നമുക്കിവിടെ കളർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് റോസ് ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. റോസ് ഫ്ലവേഴ്സിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതൊന്ന് ഞാൻ ചെയ്യാം. പിന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പ്, അതായത് നമ്മൾ സ്റ്റെം കാണുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഞാൻ ചെറിയ ചെറിയ റോസ് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റോസ് ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് ആയാലും നമുക്ക് ആ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളൊന്ന് ഷേപ്പ് വ്യത്യസ്തം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് സൈസിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസസ് നമുക്ക് കിട്ടും. സോ അതും കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു റെഡ് ഷെയ്ഡാണ് റോസ് ഫ്ലവേഴ്സിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഷെയ്ഡ്സിൻ്റെ കാര്യത്തിലായാലും നമുക്കിപ്പോൾ വൈബ്രൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടാകും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടുള്ള ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. സോ ആ ഷെയ്ഡിങ്ങും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വോൾ ഡെക്കറാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇത് ഇങ്ങനെ തന്നെ വേണം എന്നാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വോളിൽ പ്ലേസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്ലോസി ആയിട്ട് തോന്നണം, നല്ലൊരു അടിപൊളി ഫിനിഷിങ്ങും ഷെൽഫ് ലൈഫൊക്കെ വേണം എന്നാണെങ്കിൽ ഇപ്പോൾ ക്ലിയർ വാർണിഷ് നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. സോ അതും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലോസി ലുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അടിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. സോ താങ്ക് യു.